നിങ്ങളെ ഫെമിനൈൻ എനർജീനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ എന്തുമാത്രം എനർജി ഉണ്ടെന്നുള്ളത് അത് ചിന്തിക്കണം കേട്ടോ ഇടയ്ക്ക്. അതിന് മുമ്പ് പറയട്ടെ, ഈ പച്ച കളറിലെ ഇതിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരെന്താന്ന്. പേര് ഞാൻ കണ്ടുപിടിച്ചതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ ഒരു വർഷം 2 വർഷത്തിന് മുമ്പാണെന്നുണ്ട്. ഒരു ഡിസംബർ 2000, ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ഡിസംബർ 2024. ഞാനിത് ഒരു എക്സിബിഷനിൽ പോയതാണ്. ദുബായിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളീൻ്റെ വീട്ടിൽ ബാക്ക് യാർഡിൽ കുറച്ച് പെൺകുട്ടികൾ നടത്തുന്ന ചെറിയ സംരംഭങ്ങളുടെ ഒരു എക്സിബിഷൻ, കുട്ടി കൂട്ടായ്മ. അപ്പോൾ അതിൽ പോയപ്പോൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഈ ബീഡ്. ഇത് ഹെൽത്തിന് ഒക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കിക്കോളൂ. കണ്ടു എന്ന് തോന്നുന്നു കേട്ടോ, ചോദിച്ചവരൊക്കെ കണ്ടു എന്ന് തോന്നുന്നു. ഇറ്റ്സ് നൈസ്, ഒരു സുഖമാണ് നമുക്കൊരു. ഇപ്പോൾ ഈ കല്ല് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെയല്ല. ഇതെല്ലാം ഓരോരോ വിശ്വാസങ്ങളാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കല്ല് വെച്ച് ഇപ്പോൾ നമ്മളെയൊക്കെ എല്ലാം അങ്ങ് കിട്ടും, ഹെൽത്ത് കിട്ടും അങ്ങനെയല്ല. ഓരോന്നും ഓരോ അഡീഷൻസും നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ട് വിറ്റാമിൻസ് ഒക്കെ, അതൊക്കെ ചില സമയത്ത് കുറയുമ്പോൾ നമ്മൾ വിറ്റാമിൻ ടാബ്ലറ്റ്സ് മേടിച്ച് കഴിക്കുന്നില്ലേ പ്രിസ്ക്രിപ്ഷൻ വഴി. അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ എന്ന് വിചാരിച്ചാൽ മതി. കൂടുതൽ അങ്ങ് ഇറങ്ങി പോകാതിരിക്കേണ്ടത് നല്ലത്. എല്ലാം ഒരു എന്താ പറയുക, ഒരു ബാലൻസിങ് ആക്റ്റാണ് നല്ലത്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ബാലൻസിങ് എന്ന് പറഞ്ഞപ്പോഴേ ഒരു ആചാര്യൻ്റെ ഒരു ക്ലാസ് കേൾക്കുകയുണ്ടായി. അതിൽ ബാലൻസിങ്ങിനെ പറ്റി പറയുമ്പോൾ ആ ആചാര്യൻ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ എന്തിനാണ് രണ്ടും രണ്ടായിട്ട് കാണുന്നത്? അതായത് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ഇപ്പോൾ. വർക്ക് ലൈഫും വീട്ടിലെ ലൈഫും തമ്മിൽ ബാലൻസിങ് ചെയ്യാനായിട്ട്. അങ്ങനെ ഉണ്ടോ? അതായത് എല്ലാം ഒന്നല്ലേന്ന്. അതായത് ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒന്നാണ്. ആ ലൈഫിനകത്ത് വരുന്ന ഒരു സാധനമാണ് വർക്ക് ചെയ്യുക, ശമ്പളം മേടിക്കുക, വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. പിന്നെ വീട്ടിൽ വരുമ്പം, ഫാമിലിയിൽ വരുമ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കളിക്കുക, ചിരിക്കുക, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ജീവിക്കുന്നു, ഒന്നിച്ച് കുക്ക് ചെയ്യുന്നു, ഒന്നിച്ച് വീട് വെക്കുന്നു, ഒന്നിച്ച് വീട് വൃത്തിയാക്കുന്നു, ഒന്നിച്ച് മക്കളെ പഠിപ്പിക്കുന്നു, ഒന്നിച്ച് മക്കളെ, അങ്ങനെ ആണല്ലോ ഫാമിലി പോകുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് കാണിച്ചിട്ട് 50% ഫോദേഴ്സ് 50% ഫോദേഴ്സ് എന്ന് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയണം. അപ്പോൾ രണ്ടിലും നമ്മൾ 50% കൊടുക്കുന്നുള്ളൂ എന്ന് മനസ്സിലായോ? അപ്പോൾ എന്താ വേണ്ടേ? ലൈഫിന് ഫുൾ പേഴ്സൻ്റ് കൊടുക്കുക. ലൈഫ് നമ്മുടെ ആസച്ച് ഉള്ള നമ്മുടെ ലൈഫ് അതിങ്ങനെ ഒരു ലൂപ്പ് പോലെ വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് കുളിച്ച്, അതായത് പ്രാതസ്നാനം കഴിച്ച്, ഏതൊക്കെ ആളുകളുടെ ഏതൊക്കെ രീതിയിലുള്ള നാമങ്ങളാണോ അതൊക്കെ നമ്മൾ ഭഗവാനെ കുമ്പിട്ട്, അത് കഴിഞ്ഞ് ഭാര്യയാണോ ഭർത്താവാണോ ആരാണ് കിച്ചണിലെ കാര്യങ്ങൾ നോക്കുന്നത് അവരത് നോക്കി അങ്ങനെ കൊണ്ടുവന്ന ഭക്ഷണം മുതൽ പാക്ക് ചെയ്യും, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ മക്കളെ ഊട്ടി വിടും, മക്കൾ സ്കൂളിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ വലുതായ മക്കളാണെങ്കിൽ മാതാപിതാക്കളെ നോക്കേണ്ട ചുമതലകൾ ഈ നടുക്കുള്ള നമ്മളെപ്പോലെ എൻ്റെ പ്രായമൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പോകണം. അങ്ങനെ 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 ആ ലൂപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ലൂപ്പ് എന്ന് പറയുന്ന സാധനം ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തുകൂടെ നിങ്ങൾക്ക്? അതാണ് എൻ്റെ ചോദ്യം. വേണം അത് ബ്രേക്ക് ചെയ്യാനായിട്ട്. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെത്താൻ വിചാരിക്കണം, ഇന്ന് ഈ സംഭവം ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു യാത്ര പോവുകയോ, ഒരു തുന്നൽ ക്ലാസ്സിന് പോവുകയോ, ഒരു ഡ്രൈവിങ്ങിന് പോവുകയോ ഒക്കെ ചെയ്യണം സ്ത്രീകൾ. കഥയിലേക്ക് വരാം. ഞാനൊരു കഥ പറയാൻ പോവുകയാണ് കേട്ടോ. അതിലെ കഥ അമ്മയാണ് ക്യാരക്ടർ. അമ്മ എന്നുള്ളതാണ് ഒരു ക്യാരക്ടർ. ആ അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പഠിച്ച സ്ത്രീയാണ്, പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് പോയില്ല. പിന്നെ പണ്ടൊക്കെ കേരളത്തിലൊക്കെ എന്താ പറയുക, കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അമ്മമാരെന്ന് പറയുന്നത് പഠിക്കും ചിലപ്പോൾ, പക്ഷെ കൂടുതലും പുറത്തേക്കുള്ള ജോലികളിലേക്ക് അവർക്ക് പറ്റിയില്ല. ഹസ്ബൻഡിൻ്റെ ജോലി എങ്ങനെയാണോ അതുപോലെ അവർ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ട്രാൻസ്ഫറബിൾ ജോബൊക്കെ ആണെങ്കിൽ ചിലർ സേലത്ത് നിന്നും കോയമ്പത്തൂർക്ക് ട്രാൻസ്ഫർ ആവും, കോയമ്പത്തൂരിൽ നിന്ന് മധുരയ്ക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവരുടെ കൂടെ ഈ അമ്മ അല്ലെങ്കിൽ ഭാര്യ, ഒരു മകളെ ഉള്ളെന്ന് വിചാരിച്ചോ, അങ്ങനെ കൂടെ അങ്ങ് പോകും. പിന്നെ മകളുടെ വിവാഹം കഴിയും, പിന്നെ എന്ത് ചെയ്യും അല്ലേ? ഒരു കഥ ഒരാൾ എഴുതിയിരുന്നാണ്. ഇങ്ങനെ ഒരു അമ്മ ഇതുപോലെ ജീവിച്ചുകൊണ്ടിരുന്നു, മകളുടെ വിവാഹം കഴിഞ്ഞു, മകൾ നന്ന് സെറ്റിലായി. ബാംഗ്ലൂരിൽ താമസിക്കുന്ന മകളെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. ഭർത്താവിൻ്റെ പെൻഷനിൽ ഇവർ രണ്ടുപേരും ജീവിക്കും.
എന്ത് ചോദിച്ചാലും ഭർത്താവിനോട് ചോദിക്കുമെന്നേ പറയുള്ളൂ. ഒരു കാര്യവും ഒന്നും സ്വന്തമായിട്ടൊന്നും ഇല്ല. മനസ്സിലായില്ലേ? കാരണം അയാൾ നല്ല മനുഷ്യനല്ലാത്തതുകൊണ്ടല്ല, കൂടുതൽ നല്ല മനുഷ്യനായി പോയതുകൊണ്ടാണ്. എല്ലാം ചെയ്തു കൊടുക്കും അത്രേ, ഒന്നും ചെയ്തു കൊടുക്കാണ്ടിരിക്കില്ല. അപ്പം അങ്ങനെയായ ഒരു ദിവസം ഇവർ ഇങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ മകള് ഇടയ്ക്ക് വന്ന് ചോദിക്കും, അമ്മ എന്താണ് ചെയ്യേണ്ടത്? ഞാനേ അപ്പം അമ്മയ്ക്ക് 62 വയസ്സുണ്ട്. അമ്മ പറയും എനിക്കൊന്ന് ഡ്രൈവിംഗ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഭർത്താവും ഭാര്യയും, അതായത് മകളും മരുമകനും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കും കേട്ടോ. അപ്പോൾ മോള് പറയും അമ്മയ്ക്ക് പഠിക്കണോ? പോയി പഠിച്ചോ അമ്മ എന്ന് പറഞ്ഞിട്ട് പോകും. പോയി വീട്ടിലേക്ക് പോകണ വഴിക്ക് ഇവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുമ്പോൾ ഭർത്താവ് പറയേ എന്തെങ്കിലും കുഴപ്പമായി കഴിഞ്ഞാൽ അമ്മ ഓടിക്കുമ്പോൾ നമ്മൾ വേണ്ടേ നോക്കാൻ. അപ്പം മോള് പറയണേ RT ഓഫീസിലൊക്കെ 80 വയസ്സ് വരെയൊക്കെ ലൈസൻസ് പുതുക്കി കൊടുക്കുകയൊക്കെ ചെയ്യണില്ലേ, അപ്പോൾ ഓടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ അമ്മയുടെ ആ ഒരു വശം, ഒരു ബ്രെയിൻ ഒന്ന് വർക്ക് ആവാനായിരിക്കും. മോള് സപ്പോർട്ട് ചെയ്ത് വിടണം. അയാൾ സമ്മതിച്ചു, അയാൾ നല്ല മനുഷ്യനാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം അമ്മ വന്നിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഓരോരോ സ്ഥലത്ത് പിന്നെ പോകുമ്പോൾ അമ്മയോട് ഓടിക്കാൻ പറയാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അമ്മ എന്നിട്ട് വലിയ യാത്രയിലും ഇവരിങ്ങനെ ഒരു പ്രാവശ്യം ചെന്നൈ ടു ബാംഗ്ലൂർ ഓടിക്കുകയാണ്, കോയമ്പത്തൂർ ടു ബാംഗ്ലൂർക്ക് അമ്മയെ കൊണ്ട് ഓടിപ്പിക്കുകയാണ് ഇവരുടെ കാറ്. അപ്പോൾ അമ്മ നന്നായി ഓടിക്കുന്നു, അത് പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ മോള് പറയുക അപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായേനെ അമ്മ, അന്നല്ലേ അമ്മ അത് ചെയ്യേണ്ടിയിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പെട്ടെന്ന് പറയണേ അപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡ്രൈവിങ്ങേ പഠിക്കാൻ സമ്മതിക്കില്ലായിരുന്നു, അപ്പം അത് എനിക്ക് തോന്നുന്നില്ല അനുവദിക്കുമായിരുന്നത്. അത്രയേ ഉള്ളൂ ആ കഥ. കഥയാണ് ഒരു ചെറുകഥ. പക്ഷേ ആ കഥ വായിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഓവർ പാമ്പറിങ് കൊണ്ട് സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവരുണ്ടാവും. അയ്യോ എൻ്റെ ഭർത്താവാണ് എല്ലാം ചെയ്യുക, എൻ്റെ ഭർത്താവാണ് അങ്ങനെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരാളായിരുന്നു ജയലക്ഷ്മി ആൻറ്റി. എൻ്റെ കൂട്ടുകാരിയാണിപ്പോൾ. ഞാനും ജയലക്ഷ്മി ആൻറ്റിയും ഭയങ്കര കൂട്ടാണ്. ഞാൻ ഇതിന് മുമ്പ് ജയലക്ഷ്മിയുടെ ആൻറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ജയലക്ഷ്മി ആൻറ്റിയാണ് ഓർമ്മ വന്നത്. ആൻറ്റി പറയുമായിരുന്നു അവരുടെ ഹസ്ബൻഡ് ഈ സ്കൂട്ടർ ഓടിച്ചിട്ട് മറ്റേ ലാംബ അങ്ങനെ ഒരു സ്കൂട്ടറില്ലേ ഇങ്ങനെയുള്ള ആ സ്കൂട്ടർ ഓടിച്ചിട്ടാണ് ആ പുള്ളിക്കാരത്തി പുറയിൽ ഇങ്ങനെ ഇരുന്ന് പോവുള്ളൂ എന്ന്. അവർ ടാറ്റ സ്റ്റീലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഹസ്ബൻഡ് ഭയങ്കര എക്സ്ട്രീംലി നല്ല ആൾ. ഇങ്ങനെ ഇങ്ങനെ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയാണ് കേട്ടോ, തമിഴ് ബ്രാഹ്മിൻ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി കുഞ്ഞുങ്ങൾ 2 പെൺകുട്ടികളാണ് വളർത്തി. മൂത്ത മകൾ 12th പഠിക്കുന്നു, ഇളയ മകൾ 8th പഠിക്കുന്ന സമയത്ത് ഇവർ ഒരു സൗത്ത് ഇന്ത്യൻ ടൂർ പോയി. മായാവരം കുംഭകോണം അങ്ങനെ കുറേ അവിടെ അങ്ങനെ കുറേ ഉണ്ട്, അമ്പലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ അവിടുത്തുകാരാണ്, മായാവരം ഹസ്ബൻഡ്. അപ്പോൾ അവിടെ ടൂർ പോയി ആ സമയത്ത് ബസ്സിൽ, ട്രാൻസ്പോർട്ട് ബസ്സോ പ്രൈവറ്റ് ബസ്സിലോ അവർ ഒരു അമ്പലത്തിൽ നിന്ന് വേറൊരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആ അമ്പലത്തിൻ്റെ വാതിൽക്ക് എത്തിയ സമയത്ത് അത് ആ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല എന്നോട്, സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അമ്പലമാണ് കേട്ടോ. സമയപുരമല്ല, വേറൊരെണ്ണം മറന്നുപോയിട്ടാ പെട്ടെന്ന്. അയ്യോ ഭയങ്കര ഫേമസ് അമ്പലമാണേ അത്. ഈ നാഡി ജ്യോത്സ്യത്തിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവിടെ ഉപ്പാണ് വഴിപാട്. അവിടെ ജഡായുവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം തേടി കിടന്നിരുന്ന സ്ഥലമാണെന്നൊക്കെ പറയേണ്ടതില്ല. അപ്പം ആ അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത്ര ഇദ്ദേഹം ഇങ്ങനെ പ്രാണൻ പോയതാണ്. ആൻറ്റിക്കന്ന് മനസ്സിലായിട്ടില്ല. 48 വയസ്സുണ്ടായിരുന്നുള്ളൂ ആ അങ്കിളിന് ആ സമയത്ത്. 30 വർഷമായി. അപ്പോൾ ആ അങ്കിള് ഇപ്പം ഉണ്ടെങ്കിൽ 78 വയസ്സായാണ്. ആ അങ്കിള് ആ സമയത്ത് ഹാർട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് എനിക്ക് വേദനിക്കണമെന്ന് പറഞ്ഞു, അവരുടെ ദേഹത്തേക്ക് വീണു. അത്രേ ഉള്ളൂ. അപ്പോൾ ബസ്സുകാരും ബസ്സിലുള്ളവരെല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് മായാവരത്ത്. അപ്പോൾ ഇവരുടെ ബന്ധുക്കളൊക്കെ അടുത്തടുത്ത് എവിടേക്കുണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഓടി വന്നു നോക്കുമ്പം കഴിഞ്ഞു. 1 മിനിറ്റ്. അത്രയും വർഷം അവർ 15-20 വർഷമായിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. 20 വർഷത്തോളം ഒരു സാധനം ഇവർ ചെയ്തിട്ടില്ല തന്നെത്താൻ. അതായത് ട്രാവൽ തന്നെ ചെയ്തിട്ടില്ല, തനിയെ ബാങ്കിൽ പോയിട്ടില്ല, തനിയെ ഒരു പച്ചക്കറി വാങ്ങിക്കാൻ പോലും പോയിട്ടില്ല. എന്ന് പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോഴും ഈ ആൻറ്റി പുറകിലിരുന്നിട്ട് പോകും, ആങ്കിൾ പോയി വാങ്ങിച്ചിട്ട് കയ്യിൽ സഞ്ചി കൊണ്ട് കൊടുക്കും, അത് പിടിച്ചിട്ട് വരും.
ഇതായിരുന്നു അത്ര. പക്ഷേ എപ്പോഴും ഒരു കാര്യം മാത്രം പറയും, PF പണത്തിൽ കൈ തൊടാൻ പാടില്ല, PF പണത്തിൽ കൈ തൊടാൻ പാടില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരു ഭീമമായ തുക അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ 19 വയസ്സിലെങ്ങാണ്ടും അവിടെ HR ക്ലർക്കായിട്ട് കയറിയതാണ്. അവിടെ നിന്ന് പിന്നെ XLRI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MBA വരെ തനിയെ ഇങ്ങനെ പാർട്ട് ടൈമായിട്ട് പഠിച്ച് പുള്ളി HR ഒരു നല്ല ലെവലിൽ ഇരുന്നിട്ടായിരുന്നു. HR ഡിപ്പാർട്ട്മെൻറ്റിൽ പുള്ളി റിട്ടയർ ആ സമയത്തായിരുന്നു. കുറേ ഇൻഷുറൻസ് പണവും അതൊക്കെ ഇവർക്ക് കിട്ടി. അതെല്ലാം കൊണ്ട് ആൻറ്റി നോക്കുമ്പോൾ ഇവർ സ്വന്തമായിട്ട് വീട് വെച്ചിട്ടില്ല, ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുക്കണം, വാടകയ്ക്ക് എടുക്കണം. ഈ കുട്ടി 10ാം ക്ലാസ് വരെയെങ്കിലും അവിടെ നിൽക്കണ്ടേ, 8ലല്ലേ ആയിട്ടുള്ളൂ. മറ്റേ മകൾക്ക് IITയിൽ കിട്ടുകയാണ്, വളരെ മിടുക്കിയാണ് ആ കുട്ടി. അങ്ങനെ ആ കുട്ടി മദ്രാസിലേക്ക് IITയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മകളെയും അമ്മയും 10 വരെ അവിടെ താമസിച്ചു, 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് 12ലേക്ക് ഇവിടെ 12th വരെ അവിടെ പഠിച്ചോ എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ഇവരെ കാണുന്നത്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ രണ്ടാമത്തെ 4-in-1 അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അതിൽ വൺ ഓഫ് ദ അപ്പാർട്ട്മെൻറ്റ്സിൽ ജയലക്ഷ്മി ആൻറ്റി മക്കളും വരികയാണ്, ശ്യാമളയും വൈഷ്ണവിയും. അയ്യോ, അവരുടെ ആ ലൈഫ് കാണണം. പിന്നെ വളരെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആൻറ്റി ഓരോന്ന് ചെയ്യുന്നത് എനിക്ക് വളരെ ഇൻസ്പിറേഷനാണ് കേട്ടോ. നടന്നു പോകേണ്ട അടുത്ത് നടന്ന് തന്നെ പോവുള്ളൂ, ഓട്ടോ പിടിക്കില്ല. ബസ് കിട്ടി, ബസ്സിൽ പോകാൻ പറ്റുന്നിടത്ത് അങ്ങനെ പോവുള്ളൂ. ഏതൊക്കെ ചെലവ് നമ്മൾക്കാകെ. ഇപ്പോൾ ഇനിമേൽ യാറുമേ കൊണ്ടുവന്ന് തരപ്പോറതില്ലല്ലേ, ഇരിക്കുന്നത് വെച്ച് മാനേജ് പണ്ണംല്ലേ എന്ന് പറഞ്ഞിട്ട് 2 പേര്. മറ്റേ മൂത്ത മകൾ അവിടെ പോയി പുള്ളിക്കാരത്തി പഠിച്ച് PhD ഒക്കെ എടുത്ത് IIT കഴിഞ്ഞിട്ട് PhDക്ക് അമേരിക്കയിൽ സ്വന്തമായിട്ട് പോയി. അതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സ്റ്റൈപ്പൻഡ് കിട്ടി. ഇതൊക്കെ നമ്മൾ കാണണം കേട്ടോ. അതെന്താ ഇപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 50% അല്ല കൊടുക്കേണ്ടത്, ഓരോ കാര്യത്തിലും 100% കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള റിസൾട്ട്സ് ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പോൾ ആ കുട്ടി 100% കൊടുത്തു ആ പഠിച്ചതിലും. അതിന് ആ കുട്ടിക്ക് അറിയാം, എനിക്ക് ഇനിയിപ്പോൾ താങ്ങാൻ എൻ്റെ അച്ഛനില്ല, അമ്മ ഹൗസ് വൈഫാണ്, അമ്മയെ ഞാൻ താങ്ങണം. 50% ഓഫ് ദ പണത്തിൻ്റെ ചിലവ് അതിൻ്റെ കല്യാണത്തിൻ്റെ മോളുടെ ശ്യാമളയുടെ ശ്യാമള തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ശ്യാമളയ്ക്ക് ഒരു 47-48 വയസ്സാണ്. എന്നെക്കാളും ഒരു 2-3 വയസ്സുള്ളതാണ്, 4 വയസ്സുള്ളതാണ്. അപ്പോൾ എന്നെ കാണുമ്പോഴും ഞാനൊരു വക്കീലായതുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും ആൻറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാനായിട്ടോ അവർക്ക് നന്മ മാത്രം നല്ല പോലെ എനിക്ക് ഫീസും തന്നിട്ടുണ്ട്, ഇല്ല നല്ല പോലെ ഫീസും തന്നിട്ടുണ്ട്. ഞാൻ അതനുസരിച്ച് ഭയങ്കര ആത്മാർത്ഥത ഞങ്ങൾ തമ്മിൽ. ഇപ്പോഴും ബാംഗ്ലൂരിൽ മോളെ കാണാൻ ഞാൻ പോകുമ്പോൾ ആൻറ്റിയുടെ അടുത്ത് പോയാണ് താമസിച്ചത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. പിന്നെ ഇപ്പം ആൻറ്റിക്ക് വയ്യാതെ, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവരുടെ സ്വച്ഛന്തമായ ജീവിതത്തിൽ നമ്മൾ പോയി കടന്നു കയറരുതല്ലോ, ഇപ്പോൾ പോകാറില്ല. അങ്ങനെ ഒരു പ്രാവശ്യം പോയി താമസിച്ചു. പിന്നെ മോൾ അവിടെ ഉണ്ടല്ലോ, അവൾ വിളിച്ചൊക്കെ ചോദിക്കും. ആൻറ്റി അവിടെ ഉള്ളതുകൊണ്ട് എനിക്കും ഒരു ബാംഗ്ലൂരിൽ ആൻറ്റി ഇപ്പോൾ ഉള്ളതുകൊണ്ടേ വളരെ ഒരു എന്താ പറയുക, ഒരാളവിടെ ഉണ്ടല്ലോ എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ അമ്മ എന്ന് പറഞ്ഞ സ്റ്റോറി വന്നപ്പോൾ എനിക്ക് ജയലക്ഷ്മി ആൻറ്റീനെ ഓർമ്മ വന്നത്. ആൻറ്റിയെ അത്രയും ഇങ്ങനെ എന്താ പറയുക, അത്രയും ഇങ്ങനെ പൊത്തി കൊണ്ടുനടന്നൊരു ഹസ്ബൻഡ്. അപ്പോൾ സ്ത്രീകൾ, എന്നെ കേൾക്കുന്ന സ്ത്രീകൾ, നിങ്ങൾ ഓരോരോ കൈവിരുതുകളും വിരുതുകളും നിങ്ങൾ ചെയ്യണം തന്നെത്താനായിട്ട്. ഭർത്താവിനെ കൺവിൻസ് ചെയ്യും വേണം. ഇതേപോലെ തന്നെ ഒരു കപ്പിള്, എൻ്റെ സീനിയറായിരുന്ന രവിയാണ്. രവി വന്നിട്ട് വളരെ സ്മാർട്ടാണ്, വലിയ സ്മാർട്ടാണ്, നല്ല ഹൈറ്റും നല്ല ഇങ്ങനെ പറയില്ലേ ഡാർക്ക് ടോൾ ആൻഡ് ഹാൻസം എന്ന് പറയില്ല, അങ്ങനെ ഒരു ആളാണ് കേട്ടോ രവി. അപ്പോൾ നമ്മൾ ഈ കോർപ്പറേറ്റ്സിൽ സാറൊന്നും വിളിക്കില്ലേ, എന്നെക്കാൾ ഒരുപാട് സീനിയറാണ്. ഇപ്പോൾ രവി റിട്ടയേർഡായി. പക്ഷെ രവിയുടെ വൈഫ് സാധന എന്നാണ് കേട്ടോ പേര്. പുള്ളിക്കാരത്തി ഇങ്ങനെ ഇതുപോലെ മടിച്ചിരിക്കുമായിരുന്നു വണ്ടി ഓടിക്കാനായിട്ടേ. അപ്പോൾ രവി പറയേ, സാധന ഗോ ആൻഡ് ലേൺ. സാധനയുടെ അമ്മ ഡോക്ടറാണ് കേട്ടോ, ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര സ്മാർട്ടാണ്. അപ്പം മരിച്ചു പോയിട്ടോ ഓരോ വർഷങ്ങൾക്ക് മുമ്പുള്ള. ഇതൊക്കെ എനിക്ക് പറഞ്ഞുള്ള അറിവാണ്. രവി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഥകൾ പറയും. രവി പറയണേ, ഈ സാധനയുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ പീകോക്ക് പോലെ, ഞാൻ എന്താണെന്നറിയാം ഇവരുടെയൊക്കെ പേര് പറഞ്ഞു പറയുന്നത്. ഇവരൊന്നും എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ ഒരു വഴിയില്ല. അവർ കന്നഡക്കാരും മറ്റവർ തമിഴരും ഒക്കെയാണ്. അവരൊന്നും ഇതൊന്നും ഫുള്ളായിട്ടിരുന്ന് കാണില്ല. പക്ഷെ കൊള്ളരുതാത്ത കാര്യവുമല്ലല്ലോ പറയുന്നത്. അപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റ് ആയമല്ലേ എങ്ങനെ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്, ഷി വാക്സ് ലൈക്ക് എ പീകോക്ക്, യുനോ. പീകോക്ക് ഈസ് എ മെയിൽ ഇത്. എന്നാൽ ആ പീകോക്കിൻ്റെ ഗേറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആ നടക്കുന്ന രീതി. പീകോക്ക് എങ്ങനെയാണ് ഇങ്ങനെ വെക്കല്ലേ നമുക്ക് പീകോക്കിന് ഇങ്ങനെയില്ലേ നടക്കുക. അതിൻ്റെ ഇതിങ്ങനെ ആട്ടിയിട്ട് അതിങ്ങനെ അതിനൊരു ചെറിയൊരു ഇങ്ങനെ കാണിക്കലുണ്ട്, കണ്ടിട്ടുണ്ടോ?
ശ്രദ്ധിച്ച് നോക്കണം. അത് നമ്മൾ ഈ ശോഭനയുടെയൊക്കെ ഡാൻസ് കാണാൻ പോകുന്നവർ, അല്ലെങ്കിൽ ഇതുപോലെ ഭരതനാട്യം കാണാൻ പോകുന്നവർക്ക് അറിയാൻ പറ്റും. പീക്കോക്കിൻ്റെ നടത്ത അവർ കാണിക്കുക. അതിങ്ങനെ തല ഇങ്ങനെ നീട്ടി വന്നിട്ട് ഇങ്ങനെയാണ് നടക്കുക. അതെന്തിനാന്ന് വെച്ചാൽ മോള് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ ഭരതനാട്യം, പക്ഷെ ഇതൊക്കെ എനിക്കറിയാം. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഗമയാണത്. ഞാനാരാ ഇങ്ങനെ മനസ്സിലായില്ലേ? അത് നോക്കൂ, നവ്യ നായരുടെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഗേറ്റാണ്, അതൊരു നല്ല ഭംഗിയുള്ള നടത്താണ്. പിന്നെ അതുപോലെ അന്നപ്പറവയില്ലേ, സ്വാൻ, അതും ഇങ്ങനെ തന്നെയാണ്. അരയന്നം അതും ഇങ്ങനെയാണ് നടക്കുള്ളൂ. കഴുത്തിങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ കാണിച്ചിട്ടില്ലേ? അതായത് അതിൻ്റെ ആ അഴക് അത് നടത്തത്തിൽ കാണിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞ പോലെയായിരുന്നു രവിയുടെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് രവി. എന്നിട്ട് പറയണേ ഈ കുട്ടിനെ ഒന്നും പഠിപ്പിക്കില്ല. അതായത് ഇത് അമ്മയുടെ ആ പ്രഭാവത്തിൽ ഇത് നടക്കും. അവിടെ ഡ്രൈവർ ഉണ്ട്, പോവും, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വളർന്ന് ഇയാൾ കല്യാണം കഴിക്കുകയും ചെയ്തു. സോ അവരെങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക, 3 മക്കളായി. അപ്പോൾ ഒരു ദിവസം രവി വിളിച്ചിട്ട് പറയണേ, സാധന യു ഹാവ് ടു ലേൺ ഡ്രൈവിങ്. അപ്പോൾ ഇതിന് മടിയാട്ടാ. ഇപ്പോൾ യു ആർ ദയർ, അല്ലെങ്കിൽ ഡ്രൈവർ ഇസ് ദയർ എന്നൊക്കെ പറഞ്ഞ് ഒഴിയാന്ന് ഇപ്പോൾ പറഞ്ഞു. നോ ലെറ്റ് മീ ടെൽ യു, എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ നീ ആയിരിക്കും ചിലപ്പോൾ എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആലോചിച്ച് നോക്കൂ, രാത്രി ആ ഡ്രൈവർ ഉണ്ടാവില്ല, ചിലപ്പോൾ അയാൾ വീട്ടിൽ പോയിട്ടുണ്ടാവും, വിളിച്ചിട്ട് വന്നില്ല, അത് വരണ നേരത്തിനുള്ളിൽ യു ഹാവ് ടു ടേക്ക് മീ ടു ദി ഹോസ്പിറ്റൽ. ദെൻ ഇങ്ങനെ പറയരുതെന്ന് പറയണത് എൻ്റെ ഒരു ഉദാഹരണമായിരുന്നു രവി പറഞ്ഞത്. അത് ഇറ്റ് ഹാപ്പൻഡ്. സി, നമ്മൾ എന്ത് പറയുന്നുവോ അതുപോലെ നടക്കും. അപ്പോൾ ഒരു ദിവസം എന്നിട്ട് ഇത് പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വണ്ടി ഓടിക്കാൻ അറിയാം. ഒരു ദിവസം രവിക്ക് ഇതുപോലെ സുഖമില്ലാണ്ടാവണം ഓഫീസിൽ നിന്ന് വന്നിട്ട്. അവരന്ന് ഡൽഹിയിലായിരുന്നു എന്ന്. അപ്പോൾ പറഞ്ഞു, വണ്ടി എടുക്കുന്നേ, എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. ഇതെടുത്തു, അതിനറിയാം. അപ്പോൾ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഇയാൾക്ക് ഹാർട്ട് അറ്റാക്കാണ്. അവിടെ ചെന്ന് അതിൽ ഇപ്പം കറക്റ്റ് ടൈമിന് ചെന്നു, ആ സമയത്തിന് ചെന്നതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല, രക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറയണ, സി അന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ. അപ്പം ഞാനും എന്നോടും പറഞ്ഞു ഈ കഥ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സാധനയുടെ അടുത്തിരുന്നു പറഞ്ഞു, ഹി മാനിഫെസ്റ്റഡ് ദാറ്റ് ഹാർട്ട് അറ്റാക്ക് അല്ലേ സാധന എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോഴാണ് സാധന പറയുന്നത്, ശരിയാണല്ലോ നമ്മൾ എന്തിനാ അങ്ങനെ പറയണത് അല്ലേ? നമുക്ക് ആ ഒരു സന്ദർഭം നീ പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാണല്ലേ ഇങ്ങനെ ഒരു അത്യാഹിതം വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു നിർത്തിയത്. നമ്മളറിയാതെ അതൊക്കെ പറഞ്ഞ് നിർത്തുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലെറ്റ് us നോട്ട് മാനിഫെസ്റ്റ് റോങ് തിങ്സ് ഇൻ ടു അവർ ലൈഫ്. നമ്മളറിയാതെ മാനിഫെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാട്ടാ, നിങ്ങൾക്ക് ഞാനില്ലാതാവുമ്പോഴേ എൻ്റെ വിലയേറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനമ്മമാർ ചെറുപ്പം മുതൽ പറയും, ഡോണ്ട് ഡു ദാറ്റ്. ടേക്ക് അവേ ഈസ്, നമ്മൾ ഇപ്പോൾ ഒരു ജീവിതത്തിലേക്ക് നമ്മളൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പാതി അത് പാതി എന്ന് വെക്കാതെ ഫുൾ ഇൻ ടു വൺ ലൈഫ്, അത്രയേ ഉള്ളൂ. അല്ലാതെ വർക്ക് ലൈഫ് വേറെ, ഫാമിലി ലൈഫ് വേറെ, അങ്ങനെയൊന്നും വിചാരിക്കണ്ടെന്നേ. ഇപ്പോൾ ഈ പറഞ്ഞ 2 കഥകളിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണത്തിൽ ഹസ്ബൻഡ് സമ്മതിക്കില്ലായിരുന്നു ജീവനോടെ ഉണ്ടെങ്കിൽ എന്ന് ആ ഭാര്യ പറഞ്ഞു. മറ്റതിൽ ആ ഹസ്ബൻഡ് നിർബന്ധിച്ച് പഠിപ്പിച്ചത് കാരണം ആ ലൈഫ് അവർ സേവായി അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ എല്ലാത്തിലും ഒരു 100% കൊടുത്താൽ മാത്രമാണ് നമുക്ക്, അതായത് കുക്കിംഗ്, ഡ്രൈവിങ്, പിന്നെ മണി മാനേജ്മെൻറ്റ്, ഇതിൽ എല്ലാത്തിലും വൈഫ്സിനും കൂടെ ഒരു എന്താ പറയുക, റോള് കൊടുക്കണം ജീവിതത്തിൽ. ഒരു ആ 100% ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുട്ടിട്ട് എൻക്ലോസ്ഡ് എന്താ പറയുക, അത് എന്താ പറയുക, എൻക്ലോസ്ഡ് വേ ഓഫ് തിങ്കിങ്, അത് തന്നെ. അതായത് ഹോൾസമായിട്ട് തിങ്ക് ചെയ്യുക. എൻക്ലോസ്ഡ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഹോൾസമായിട്ട് നമ്മൾ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ജീവിക്കുക കേട്ടോ. അല്ലാതെ ഞാൻ ഈ വീടിൻ്റെ ഗൃഹനാഥൻ, ഞാൻ ഓടിക്കും വണ്ടി, ഞാൻ ഈ വീടിൻ്റെ ഗൃഹനാഥ, അടുക്കളയിലേക്ക് ആരും കയറി പോകരുത്, ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചോളൂ. ഓക്കെ, ജസ്റ്റ് ത്രോ ഇറ്റ് അവേ. നമ്മുടെ ഫെമിനൈൻ എനർജിയെ അതായത് ഫെമിനൈൻ എനർജി ആണിനുണ്ട് പെണ്ണിനുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഇത് രണ്ടു പേർക്കും അത്യാവശ്യമാണ്. ചില സ്ഥലങ്ങളിൽ ആൺമക്കളുടെ വേണ്ടി വരും അടുക്കളയിൽ കയറി, പ്രായമായ, കാരണം അയാൾ കല്യാണം കഴിച്ചിട്ടില്ല, ചിലപ്പോൾ അയാൾ കല്യാണം കഴിച്ചിട്ട് ഭാര്യ വണങ്ങിപ്പോയി, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, അയാൾ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ, പക്ഷേ അയാളുടെ പാരൻസ് ഉണ്ടെങ്കിൽ ഹീ ഷുഡ് ടെൻഡ് ഫോർ ദം അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് 50% ഇതിലും 50% അതിലും അല്ല, 100% ഇൻ ടു എ ലൈഫ്. സോ ടേക്ക് അവേ ഈസ് 100% ഇൻ ടു എ ലൈഫ്. എപ്പോഴാണ് നമ്മുടെ ഈ സ്കിൽസ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കുക്ക് ചെയ്ത് ഇപ്പോൾ
കുക്ക് വന്നില്ല, അത് വന്നില്ല, ഇതൊക്കെ വന്നില്ലെങ്കിൽ നമുക്കുണ്ടല്ലോ 10 വിരലുകൾ, നമുക്കത് വെച്ചിട്ട് പാചകിക്കാൻ അറിയണം, ആ കല അറിയണം, ഉപ്പ് എത്രത്തോളം പോടണം, എപ്പോൾ ഇടണം, എത്രത്തോളം എണ്ണ ഊറ്റണം. മസാല ദോശയാണെങ്കിൽ അല്ല, ഗീ റോസ്റ്റ് ആണെങ്കിൽ എന്തോരം ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞ് 4 സ്പൂൺ തവി ഗീ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തിനെങ്കിലും കൊള്ളാവോ? അപ്പോൾ എന്തിനു ഇടണം എന്നുള്ളതൊക്കെ അറിയാനും അതിനൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ടാലൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മളിലേക്ക്. അപ്പോൾ ഇത് ഫീമെയിൽസിൻ്റെ പണി, ഇത് മെയിൽസിൻ്റെ പണിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഫെമിനൈൻ എനർജി ടാപ്പ് ചെയ്യുക നമ്മളുടെ, അതേ റിക്വയർമെൻറ്റ് വരുമ്പോൾ നിങ്ങൾ അർദ്ധനാരീശ്വരൻ എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും തുല്യം എന്നുള്ളതിലുപരി അതേ ഒരു ചൈതന്യത്തിൽ ശിവൻ എന്നുള്ള ചൈതന്യത്തിൽ 2 തലങ്ങളുണ്ട് എന്നുള്ള അർത്ഥം കൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഫെമിനൈനും അതേപോലെ പാർവതി എന്ന് പറയുന്ന ആ ബോഡിയിൽ പകുതി ശിവനും പാർവതിയും ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അത് തന്നെയാണ് അർദ്ധനാരീശ്വരൻ. അല്ലാതെ അർദ്ധനാരീശ്വരനെ പോലെ ഭാര്യ ഭർത്താവായിരിക്കുക എന്നുള്ളതിലുപരി ഇങ്ങനെയും കൂടെ ഒരു അർത്ഥമുണ്ട്. ഞാനൊരു എടുത്ത് വായിച്ചാണ്. അത് വായിക്കുമ്പോൾ ശരിയാണ്, നമ്മളിൽ തന്നെ, എന്നിൽ തന്നെ മാസ്കുലിനിറ്റി ഉണ്ടല്ലേ. ചില ജോബ്സ് എല്ലാം പെണ്ണുങ്ങൾ ചെയ്യാൻ പാടില്ല, ചെയ്യാതിരുന്ന ജോബ്സ് ആണല്ലോ ചിലരൊക്കെ ഇപ്പം പിന്നെയും ചെയ്തു വരുന്നു. പണ്ടൊക്കെ വക്കീലന്മാർ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ലേ, ഇപ്പം അതേ ഉള്ളൂ. പിന്നെ അതേപോലെ നിറച്ചുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യാറില്ല, സ്കൂട്ടറിൽ ബൈക്ക് എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഓടിക്കാറില്ല പെണ്ണുങ്ങൾ. ഇപ്പം അതങ്ങനെയല്ല, എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. ബിക്കോസ് 100% ഓഫ് ഇറ്റ് കറക്റ്റ്. പിന്നെ ചിലർ പറയും, അയ്യോ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ ചേച്ചി, ആണുങ്ങൾ ചെയ്യുന്നില്ലേ. ഏതാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത? വല്ല ഭാരം 20 കിലോൻ്റെ ഭാരത്തിൽ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് 2 സൂട്ട് കേസായിട്ട് 10 കിലോ നമുക്ക് എടുക്കാമല്ലോ. അപ്പോഴും നമ്മൾ ആ 20 കിലോ ക്യാരി ചെയ്യണില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ, തുറന്ന് ചിന്തിക്കൂ നിങ്ങൾ കേട്ടോ. ടേക്ക് ഹോം ഇസ് യുവർ ഫെമിനൈൻ എനർജി ഈസ് ഓൾസോ ടു ബി യൂസ്ഡ് along with the masculinity in you. രണ്ടും ഉണ്ട് നമ്മളിൽ, അത് രണ്ടും നമ്മൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ മാറി നിന്ന് പേടിച്ച് നിന്നാലും ചില സമയം വരും നമ്മളത് രണ്ടും പ്രയോഗിക്കേണ്ടത്. നമ്മുടെ ജയലക്ഷ്മി ആൻറ്റിയെ പോലെ ഇപ്പോൾ രണ്ടും ആൻറ്റി ചെയ്യേണ്ടി വന്നില്ലേ? 2 മക്കളുടെയും കല്യാണം കഴിപ്പിച്ചു ഒറ്റയ്ക്ക്. അതൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകാം. അപ്പോൾ ആദ്യം മുതലേ ഇറ്റ്സ് ബെറ്റർ ടു ഇൻവോൾവ് ഇൻ എവറിത്തിങ് ഇൻ 100% rather than taking the 50% ഓഫ് ഇറ്റ് ആൻഡ് ഡൂയിങ് യുവർ ഡ്യൂട്ടി. 50% ഞാൻ ചെയ്യാം, 50% ഭർത്താവ്. ആ പരിപാടി നിർത്തിക്കോ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ 50% ഭാര്യ, 50% ഞാൻ എന്ന് ഭർത്താവ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഗോട്ട് ദ പോയിന്റ്. ഓക്കെ ദെൻ പിന്നെ വരാട്ടോ. പിന്നെ എന്തായിരുന്നു, ഏതാണ്ട് പറയണമെന്നുണ്ടായിരുന്നു. ടേക്ക് എവേ ആയിട്ട് ഇതേ ഉള്ളൂ. ഗിവ് യുവർ 100%.